സുഖമാണോടി നിനക്ക്? നിന്നെ കണ്ടിട്ട് എത്ര കാലായി? ഹായ്, സത്യത്തിൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ എനിക്ക് നിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. Tell me. ഇത് ഓറഞ്ച് ആണ്, എന്റെ ലവ് പെറ്റാണ്. ഇത് ഓറഞ്ച് അല്ല, പൂച്ചയാണ്. ഓറഞ്ച് കഴിക്കാനുള്ളതാ. ഹണി, അത് അതിന്റെ പേരാണ്. അനു, നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? അതെ അതെ, നീ ഓറഞ്ചിനെയും ഒരു മസട്ടിക്കൊന്ന് നോക്കിക്കൊള്ളാമോ? എന്തെന്ന് വെച്ചാല് ഞാൻ പാരീസിലേക്ക് പോവുകയാണ്. തീർച്ചയായും. എനിക്കിതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തൊരു സൗന്ദര്യ. ഓറഞ്ച്. നിനക്കൊരു അസൗകര്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവന്റിനായി പാരീസിലേക്ക് പോവില്ലായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. യുനോ, ഒരു കുഴപ്പമില്ല. നീ ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. ഇവിടെ ഹണി ബണി ഉണ്ടല്ലോ, ഓറഞ്ചിനെ അവർ നോക്കിക്കോളും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ഇറങ്ങുവാണേ. ഓക്കെ, ബൈ ബൈ. ബൈ. ശരി ഓറഞ്ച്, ഞാൻ നിനക്ക് കഴിക്കാൻ തരാം. ഈ പൂച്ചയെ കണ്ടിട്ട് എനിക്കെന്തോ പെശക് തോന്നുന്നു. സംശയമുണ്ടോ? പണിപണി, നിങ്ങളുടെ സ്ഥാനം പോക്കാണെന്നാ തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെങ്ങനെ ഞങ്ങളുടെ സ്ഥാനം പോവുക? എന്റെ ഈശ്വര, ഒന്ന് എഴുന്നേൽക്ക്. ഈ ഹണിക്ക് ശകലമെങ്കിലും ബുദ്ധി കൊടുക്ക്. ഒന്ന് വേഗം. കഴുതേ, നിങ്ങളുടെ കാര്യം പോക്കെന്ന് പറഞ്ഞതാ, മനസ്സിലായോ? എന്റെ തല വല്ലാതെ പെരുക്കുന്നു. എന്തോ സംഭവിക്കാൻ പോവാ. സംശയമുണ്ടോ? നോക്കൂ സർദാർ, ഹണിയും ബണിയും നന്നായി നോക്കിക്കൊള്ളണം. ഒപ്പം ഓറഞ്ചിനെയും. പിന്നെ ആരും കുസൃതി കാട്ടാതെ നീ തന്നെ നോക്കിക്കൊള്ളണം. ശരി മേഡം. ശരി, എന്നാ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഇന്നെന്റെ ഈ പാത്രത്തില് പാല് കുറവാണല്ലോ. അതെ, എനിക്കും. എനിക്ക് കൂടുതലായിട്ടുണ്ടല്ലോ, ഗസ്റ്റ് ആയത് കൊണ്ടാ. അതാ മാഡം എത്തിക്കഴിഞ്ഞു. ഓറഞ്ച്, ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന പാല് നീ എന്തിനാ കുടിച്ചത്? ഞാൻ എന്റെ പാത്രത്തിലുള്ള പാലാ കുടിച്ചത്. നിന്റെ പാത്രത്തിലെ പാല് ബണ്ണിയാണ് കുടിച്ചത്. കള്ളം പറയരുത്. ഓറഞ്ച്, കുടിച്ചത് നീയാണ്. പൊപ്പട്ട്, പറയടാ, കുടിച്ചത് ആരാണെന്ന് നീ കണ്ടതല്ലേ? അതെ, ഓറഞ്ച് തന്നെയാ. സംശയമുണ്ടോ? എടേയ്, ഏയ്, എടേയ്, എന്റെ പാല് മൊത്തം കുടിച്ചിട്ട് നീ എന്നെ തല്ലുകയാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. ഓറഞ്ച്, ഇതൊന്നും ഇവിടെ നടക്കില്ല, പറഞ്ഞേക്കാം. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം.
ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ആർക്കും തന്നെ മാഡത്തിന് ഒരു പേടിയും ഇല്ലേ? മര്യാദക്ക് അവിടെ നിക്ക്, അല്ലെങ്കിൽ എന്റെ തനി നിറം എന്താണെന്ന് നീ അറിയും. സംശയമുണ്ടോ? നിക്കടാ അവിടെ. നിന്നെ ഇന്ന് തല്ലി ഞാനൊരു പൂച്ചയാക്കും. ചേട്ടന്മാരെ എന്നെ തല്ലരുതേ, എന്നെ വിട്ടേക്കണേ. എന്താ ഇവിടെ സംഭവിച്ചത്? മേഡം, എന്നെ എന്റെ വീട്ടിൽ തന്നെ വിട്ടേക്കണേ. എനിക്കിവിടെ വല്ലാതെ പേടിയാകുന്നു. എനിക്കിവിടെ തനിച്ച് താമസിക്കാൻ കഴിയില്ല. അതിഥികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? നിങ്ങൾ ഇതിനെ തല്ലിയോ? പാവം വല്ലാതെ പേടിച്ചിരിക്കുക. അത് മാഡം, അത് ഇത് ലജ്ജിക്കേണ്ട കാര്യമാണ്. ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. വേഗം പോയി സ്റ്റോർ റൂം നന്നായിട്ട് വൃത്തിയാക്ക്. ഓ സോറി ഓറഞ്ച്. ആ വൃത്തികെട്ട പൂച്ചയ്ക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ എന്തിനാ കാണിച്ചു കൊടുക്കേണ്ടത് ബണ്ണി? അവൻ നേരത്തെ തന്നെ നമ്മളെ കണ്ടതല്ലേ. എടാ കഴുതേ, അവൻ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അവനോട് സ്നേഹത്തിൽ പറയാം, ഇവിടുന്ന് പോയിക്കോന്ന്. അവൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല. അതത്ര എളുപ്പമല്ല. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്തേ മതിയാകൂ. അതിനുള്ള വഴി എനിക്കറിയാം. അവൻ തീർച്ചയായും ഇവിടെ നിന്ന് പോയിരിക്കും. എങ്ങനെ? ദാ നോക്ക്, ഞാൻ അവസാനായിട്ട് പറയാണ്, അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ മനസ്സിലായല്ലോ, ഇതെന്റെ ഫേവറേറ്റ് ടെഡിയാണ്. ഞാനല്ലാതെ ഇതിനാരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോറി. ഓറഞ്ച്, ഇത് എന്റെ ടെഡിയാണ്. മര്യാദയ്ക്ക് താ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നീ എന്ത് ചെയ്യാം? നിന്റെ കഥ ഇന്ന് തീർക്കോടാ. ഇപ്പോൾ ഞാൻ ഈ ടെഡിയെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്.
ഇനിയിപ്പോ ഓറഞ്ചിന്റെ ജ്യൂസ് പുറത്തേക്ക് വരും. Oh no. എന്റെ ടെഡിയെ നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? മാഡത്തിന്റെ ടെഡിയോ? പക്ഷെ ബന്നി പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. ഇത് മാഡത്തിന്റെ ഇഷ്ടപ്പെട്ട ടെഡിയാണെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ല മാഡം, ഈ ബന്നി എന്നോട് പറഞ്ഞത് ബന്നി എത്രയോ പറഞ്ഞതാ മാഡം. പക്ഷേ ഈ ഓറഞ്ച് ടെഡിയെ നശിപ്പിക്കാൻ നോക്കുകയായിരുന്നു. മേഡം എന്തായാലും സമയത്തിനെത്തി, അല്ലെങ്കിൽ ടെഡി അവൻ പോസ്റ്റ്മോർട്ടം ചെയ്തേനെ. ഓറഞ്ച്, ഇനി എന്തായാലും നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ അനുവിന് ഫോൺ ചെയ്ത് നിന്നെ ഇവിടുന്ന് നാട് കടത്താൻ പോവുകയാണ്. വേണ്ട മാഡം, എന്റെ മാഡത്തിനോടൊന്നും പറയരുത് മാഡം. ഇതറിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ മാഡം എന്നെ ശിക്ഷിക്കും. മാഡം, നമുക്ക് ഇവനൊരു ചാൻസ് കൂടെ കൊടുക്കാം. ഓ ഐ നോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര നല്ല മനസ്സാണ്. പക്ഷേ ഞാൻ ഇവന് ഒരു ചാൻസും കൊടുക്കാൻ പോകുന്നില്ല. പ്ലീസ് മാഡം. പ്ലീസ് മാഡം. പ്ലീസ് മാഡം. പ്ലീസ് മാഡം. ഇവൻ ഇനി ഒരു കുസൃതിയും കാണിക്കില്ല. സത്യമായിട്ട് കാട്ടില്ല മാഡം. ഓക്കെ നിങ്ങൾ എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ ഓറഞ്ചിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാൻ പോവുകയാണ്. എന്താടാ സന്തോഷമായോ നിനക്ക്? ഇതിനെയാണ് പറയുന്നത് സൗഹൃദമെന്ന്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും ബുദ്ധിമാന്മാർ തന്നെയാ. എന്നാലും അതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾ 4 പേരും വളരെ നല്ല സുഹൃത്തുക്കളാണ്. അത് സത്യം തന്നെയാണ്. ശരി, എന്നാ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ. കാരണം എനിക്ക് സുഹൃത്തുക്കൾ ആരും ഇല്ല. ശരി, ഇന്നു മുതൽ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്.